ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ള ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഗൈസ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക. അതിൽ ഞാൻ മല്ലു ഫാമിലിയിലെ സുജിനെയും കുഞ്ഞൂസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞൂസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗെയിം പ്രൊമോഷനാണ്, അതായത് നമ്മുടെ പ്രഡിക്ഷൻ ഗെയിമിൻ്റെ പ്രൊമോഷൻ തന്നെ. ഇപ്പോൾ ഈ അടുത്ത് കുറേ മഹാന്മാർ വന്നിരുന്ന ഭയങ്കര ബെറ്റിംഗ് ഗെയിമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു വേറെ ടൈപ്പ് പ്രൊമോഷനാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ വഴിക്ക് പുള്ളിക്കാരത്തേക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്തായാലും നമുക്ക് കാര്യം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കുഞ്ഞൂസിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കിത് താട്ടയ്ക്ക് കൊടുക്കാം. അപ്പോൾ അത് ഗൈസ് ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഇപ്പോൾ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. അപ്പോൾ ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ട നിൽക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അബദ്ധം വെച്ചു ഗൈസ്. പിന്നെ ഞാൻ ഓർത്തു അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയുമായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ ഓക്കെ സംഭവം പിന്നെ അവർ പറഞ്ഞു തരുന്നത് മൊത്തം എങ്ങനെയാണ് ഈ താട്ടയ്ക്ക് ഞാൻ ഈ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്, ഞാൻ എങ്ങനെയാണ് പൈസ ഒപ്പിച്ചത് എന്നൊക്കെയുള്ള പരിപാടിയാണ് പറയുന്നത്. ഞാനിത് അതിനകത്ത് കാണിക്കുന്നില്ല, ഇത് കമ്മ്യൂണിറ്റി വയലേഷനെതിരാണ്, ഞാനത് കാണിക്കുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗാംബ്ലിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഗെയിമിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. ഇത് കാരണം ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പൈസ ഇപ്പോൾ നഷ്ടപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ അടുത്ത് ഒരു വീഡിയോക്കകത്ത് കണ്ട് ഏകദേശം അയാളുടെ വസ്തു വരെ എങ്ങാണ്ട് ലോൺ വെച്ചിട്ട് എങ്ങാണ്ട് പൈസ പോയി എന്നൊക്കെ. എന്തായാലും ഇത്തരത്തിലുള്ള ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് വെറും മണ്ടത്തരമായെന്നേ ഞാൻ പറയത്തുള്ളൂ. മണ്ടത്തരമല്ല, നിങ്ങൾ ഒരു തരം ചതിയാണ് നിങ്ങളെ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് കാണിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള വ്യക്തികളാണ് അല്ലേ. അപ്പം നിങ്ങൾ എന്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവും. അയ്യോ ഇത് പെട്ടെന്ന് കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ കാശ് പോകും. കാശ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സമാധാനം പറയുമോ? ഒരിക്കലും ഇല്ല. കാര്യം അവരായിരിക്കും പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ടേ. കാര്യം പണ്ട് തൊട്ട് ഈ പ്രഡിക്ഷൻ ഗെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര രീതിയിൽ വൈറലാണ് ഈ ഒരു കാര്യം. ആദ്യമൊക്കെ കുറച്ച് പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും, പിന്നെ നമുക്കത് ഭയങ്കര ക്രേസ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാശ് പിന്നെയും വെച്ച് കളിക്കാൻ നോക്കും. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തത്തിലൊരു പോക്കങ്ങ് പോകും. ഇത്തരത്തിൽ എനിക്കും കുറച്ച് ഇതേപോലെ പ്രഡിക്ഷൻ ഗെയിമിൽ നിന്ന് എനിക്ക് കണക്ക് കാശ് ഇങ്ങനെ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ. പക്ഷേ ഇത് ഭയങ്കര അഡിക്ഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കഴിവതും ചെയ്യാതിരിക്കുക. കാര്യം നിങ്ങളൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയുക, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പ് പരിപാടികൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനകത്ത് നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു മാല നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആ മാല ഈ പറയുന്ന സുജിൻ്റെ കഴുത്തിൽ കുറച്ച് നാൾക്ക് മുന്നേ തന്നെ കിടക്കുന്ന ഒരു സാധനം തന്നെയാണ്. ലിറ്ററലി എന്തുവാണ്, ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചത്. ഞാനിവിടെ ആ സൈഡിൽ ആ ഒരു ഫോട്ടോ വയ്ക്കാം. ഇത് 16 നവംബർ 2023 2023 നവംബറിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ് സുജിൻ്റെ. അതിനകത്ത് സുജിൻ്റെ കഴുത്തിൽ നോക്കിയ ഈ ഒരു മാല കിടപ്പുണ്ട്. ആ ഒരു മാല തന്നെയാണ് ഈ കുഞ്ഞൂസ് ഇപ്പോൾ എടുത്ത് ഈ പറയുന്ന പുള്ളിക്കാരന് കൊടുത്തേക്കുന്നത്. ഇത് ലിറ്ററലി ഇത് ആൾക്കാരെ പറ്റിക്കുവാണ്. കാര്യം ഇവർക്ക് ഇതിൽ നിന്ന് എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസ കിട്ടും. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ചാനൽ 1 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനൽസൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് ഇവർക്ക് കിട്ടും. അങ്ങനെ ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ചിട്ടുള്ളൊരു പരിപാടികൾ ചെയ്യാതിരിക്കാൻ നോക്കുക. കാര്യം നിങ്ങളുടെ ഫാമിലി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ നിങ്ങളെ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരോട് കാണിക്കുന്നത് തെണ്ടിത്തരമായിരിക്കും. അത് നിങ്ങൾ ഇനി ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. ചില കാര്യങ്ങൾ സുജിൻ ചെയ്യുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സുജിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സുജിൻ വന്ന് എനിക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള പരിപാടികൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. നിങ്ങൾ കാണിക്കുന്ന വെറും തെണ്ടിത്തരമാണ്. എന്തായാലും ഈ ഗെയിമിനെ റിലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ഗൈസ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വന്നിട്ട് സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് വെച്ചാൽ ചോദിക്കുക. അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാണ് മേലേക്കുള്ള വോയിസ് മേലേക്കുള്ള വീഡിയോകളെല്ലാം കണ്ട് നോക്കിയോ കേട്ടോ. ഇപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കേണ്ട ഏട്ടാ എന്താണ് യൂടിആർ എന്താണ് ഫോൺ പേ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യൂടിആർ നമ്പർ. ഞാൻ അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്ന് മേലേക്കുള്ള വോയിസുകളും മേലേക്കുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കയറി നോക്കിയോ കേട്ടോ. കാരണം ബിഗ് കണ്ടമാനം അടുപ്പിച്ച് വരുന്നുണ്ട്. മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷിച്ച് കളിക്കുക. 3 ബിഗ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്.
ഗൈസ് എല്ലാവർക്കും സോറി പറയണം ആദ്യം, വേറൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോളിംഗ് ഇട്ടിട്ട് അതിൽ ഞാൻ പറയാൻ പാടുണ്ടായിരുന്നു. അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. ആ പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള വീഡിയോ പോലെ കുഞ്ചു തൊട്ട് മേലെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക UTR എന്നുള്ള സംഗതി അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. വിഡ്രോ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് അതിൽ കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ ഫുൾ ആയിട്ട് ചോദ്യം വായിച്ചു നടക്കാൻ അതിന് മുന്നേ 24 കുറച്ച് തിരക്കായതുകൊണ്ട് അത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ചോദ്യങ്ങൾ പോയി ഗൈസ്. അതിന് ഞാൻ സോറി പറഞ്ഞാണ്. പൈസ ഞാൻ വിഡ്രോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടി പോസ്റ്റ് ആക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും കേട്ടോ. എല്ലാവരും നോക്കി കളിക്കുക, സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, ഓൺ റിസ്കിൽ. പിന്നെ അതിൽ കുറേ ഒരു കമന്റ് വന്നതാണ്, മറ്റേ അത് രജിസ്റ്റർ ആവണില്ല എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഉണ്ടാകുന്നില്ല. അതായത് അതിൽ ചോദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ എനിക്ക് പറയുന്നത് അറിയോ, ഒരു വട്ടം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ എന്ന് എഴുതി കാട്ടിയല്ലേ, രണ്ടാം തവണ നിങ്ങൾ അത് അതേ നമ്പറും അതേ പാസ്വേഡും വെച്ചാൽ ലോഗിൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ലോഗിൻ ആയിക്കോളും. അത് ചിലവർക്ക് അങ്ങനെ എറർ പ്രശ്നം വരുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. ഒരു വട്ടേണ് ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വേറെ നമ്പർ നോക്കേണ്ടി വരും. ഓക്കെ, അത് പിന്നെ ലോഗിൻ കൊടുത്താൽ മതി. പാസ്വേഡ് പിന്നെ മറക്കരുത്. പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അതിൽ കളിച്ചെടുത്ത പൈസ നിങ്ങൾക്ക് കിട്ടില്ല. അതൊന്ന് സൂക്ഷിച്ച് കളിക്കുക ഗൈസ്. ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും കേട്ടോ. എല്ലാവരും നോക്കി കളിക്കുക, സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, ഓൺ റിസ്കിൽ. കേട്ടല്ലോ. എന്തായാലും സുജിൻ്റെ വോയിസ് തന്നെയാണത്. സുജിൻ ലിറ്ററലി ആൾക്കാരെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ പൈസ കിട്ടും. അതിനകത്ത് ആൾക്കാരെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഈ കാശ് ഇതിനകത്തുള്ള ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അതാ ചോദിക്കുന്നത്. നാളെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്തായാലും കൈമലർത്തും. അത് മാത്രമല്ല, ഈ പറയുന്ന പ്രഡിക്ഷൻ ഗെയിമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാൾ നിലനിൽക്കുമെന്നറിയാം. കൂടിപ്പോയ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഒരു മാക്സിമം അതിൽ നിന്ന് കിട്ടാനുള്ള കിട്ടിയിട്ട് നൈസായിട്ട് അവർ ആ സാധനം ക്ലോസ് ചെയ്യും. ഇതാണ് പരിപാടി. അപ്പം ഇതിനകത്ത് കാശ് ഇടുന്നവർ, കാശ് നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാശ് നഷ്ടം വന്നവർക്ക് ഈ സുജിനും ഫാമിലിയും ഈ പൈസ തിരിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. ഇനി അത് മാത്രമല്ല, ഇനി ഈ കാശ് നഷ്ടപ്പെട്ട് വേറെ ആരെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും ബോധമില്ലാത്ത പരിപാടികൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഫാമിലി വ്ളോഗാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്, നിങ്ങൾ ആ ഒരു മൂഡിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത്തരത്തിലുള്ള ഉടായ്പ പരിപാടികൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള വില പോത്തേ ഉള്ളൂ. സത്യം പറയാൻ ഇതിപ്പോൾ നിങ്ങൾ മാത്രമല്ല, വേറെ കുറേ വായി നോക്കിയിട്ടുണ്ട്. യൂട്യൂബേഴ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുക, ഇതിനകത്തൂടെ കാശുണ്ടാക്കുക. കാര്യം ഇവന്മാരെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അന്ധമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവന്മാരുടെ പുറകെ നടപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവർ ഇത് കണക്ക് കാശ് ചിലവാക്കിയിട്ട് കാശ് പോയിട്ടായിരിക്കും ഇവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കരയുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഭയങ്കര നന്മ ചെയ്യുവാണെന്നും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ ടീമുകൾ ഇറങ്ങുന്നത്. ഞങ്ങൾ നന്മ ചെയ്യുവാണ്, ഞങ്ങളിവിടെ ഇത്ര ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് പറയണ്ട, ഓരോ ആൾക്കാരെ സഹായിക്കുന്നു. ഒരു വീഡിയോയിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ റവന്യൂ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഞാൻ പറയുവാണ്, ഇത്തരത്തിലുള്ള മൂഞ്ചികൾ പരിപാടികൾ കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.